Hi all, welcome to Competitive Cracker. ഞാൻ ഇന്ന് പേപ്പറിന്റെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In a certain code, Delhi is coded as 19. Chennai is coded as 27. How will Guwahati will be coded in the above code? അപ്പൊ ഇത് ലെറ്റർ കോഡിംഗ് ആണ് അല്ലേ? ഇപ്പൊ ഡൽഹി എന്നുള്ളത് ഒരു നമ്പർ തന്നേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തൊട്ട് ആ നമ്പേഴ്സ് എഴുതുക, അതിന്റെ നമ്പറും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പേഴ്സിന്റെ ആവശ്യം വരുന്നില്ല, ലെറ്റേഴ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഈ നമ്പറുകൾ കോഡായിട്ട് വരുന്ന സമയത്ത് ആ നമ്പേഴ്സും കൂടി നോട്ട് ചെയ്താൽ നമുക്ക് വേഗം അത് ചെയ്യാം. നോക്കിയേ, ഇപ്പൊ ഡൽഹി ഇവിടെ കോഡ് ചെയ്തേക്കുന്ന 19 ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് എഴുതിയിട്ട് നോട്ട് ചെയ്യാം. എന്താണ് നമ്പേഴ്സോട് എന്ത് റിലേഷൻ ആണ് 19 വരുന്നത് നോക്കാം. നോക്ക്, ഡൽഹി ഇത് 4 + 5 + L 12 H 8 + 9. Okay, 9 + 9 18, 18 12 18 38 അല്ലെ? ഇതിന്റെ നമ്പേഴ്സ് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 38 ആണ് കിട്ടുന്നത്. പക്ഷെ കോഡ് 19 ആണ്. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ? 38ന്റെ പകുതിയാണ് 19 അല്ലെ? 38ന്റെ ഹാഫ് ആണ് 19. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ വരുന്നതിന് മുന്നേ നമ്മൾ അടുത്ത കോഡും കൂടെ നമുക്ക് നോക്കാം. ചെന്നൈ. അതിന്റെ എന്താ? സിയുടേത് 3, 8, E 5, N 14, A 1, I 9. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 11 + 5 16, 28 10, 14 3 4 54. ഓക്കെ, 54ന്റെ ഹാഫ് അല്ലേ 27? അപ്പൊ അതും അങ്ങനെ തന്നെ എടുത്തേക്കുന്നത്. 54ന്റെ ഹാഫ് 27. അപ്പൊ നമുക്ക് കോഡിങ് മനസ്സിലായി. എന്താ? ഈ ലെറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, അതിന്റെ ഹാഫ് എടുക്കുന്നതാണ് കോഡ് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഇത് ചെയ്യാം. എന്തോരും ഗുവാഹത്തി, GUWAHATI. നമ്മുടെ വേർഡ് നമുക്ക് കോഡ് ചെയ്യാം. ഗുവാഹത്തി അത് കോഡ് ചെയ്യാം. ജിയുടെ വാല്യൂ 7, U 21, W 23, 1, H 8, 1, T 20 + I 9. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 7 + 1 8, 16 17, 17 44 29, 9 + 4 13, 13 + 7 20, 2 4 8 90 അല്ലെ? ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് 90 കിട്ടും. കോഡ് എങ്ങനെ ആയിരിക്കും? അതിന്റെ പകുതി അല്ലെ? സോ 90/2 45. അപ്പൊ ഗുവാഹത്തിയുടെ കോഡ് ഏതാണ്? ഓപ്ഷൻ ബി 45. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rohan gave 3/5 of the amount he had to Sahil. Rohan now has ₹2000. How much did he give to Sahil? നമ്മുടെ ഫ്രാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. Rohan gave 3/5 of the amount he had to Sahil. Okay, അതായത് അയാളുടെ കയ്യിൽ X rupees ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൊടുത്തു? 3/5 of X ആണ് ആർക്ക് കൊടുത്തത്? സഹിലിന് കൊടുത്തത്. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 3/5 ഉണ്ടെങ്കിൽ ബാക്കി, അതായത് 5ൽ 3 പാർട്ട് സഹിലിന് കൊടുത്തെങ്കിൽ ബാക്കി 5ൽ എത്ര? 2 പാർട്ട് ഉണ്ടായിരിക്കും അല്ലെ? അതായത് 2/5 of X ആണ് റിമൈനിങ് ഉള്ളത്. അത് എത്ര എന്നാ പറയുന്നത്? റിമൈനിങ് അയാളുടെ കയ്യിൽ 2000 rupees ഉണ്ട്. ദാറ്റ് മീൻസ് 2/5 of X എന്ന് പറയുന്നതാണ് 2000 അല്ലെ? 2/5 of X = 2000. ഇത് സോൾവ് ചെയ്താൽ X will be equal to 2000 × 5/2 5000 എന്ന് കിട്ടും. അതായത് റോഹന്റെ കയ്യിലുള്ളത് 5000.
ഇനി ചോദ്യം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് എടുത്ത് നമ്മൾ ഒരെണ്ണം സോൾവ് ചെയ്തു ആൻസർ നോക്കിയാൽ അവിടെ 5,000 ഉണ്ട്. പക്ഷെ ചോദിക്കുന്ന അതല്ല. ഹൗ മച്ച് ഡിഡ് ഹി ഗീവ് ടു സഹിൽ? സഹിലിന് എത്രയാണ് കൊടുത്തത്? സഹിലിന് എത്ര കൊടുത്തത്? 3/5 ഓഫ് 5,000 ആണ് കൊടുത്തത് അല്ലെ. 3/5 ഓഫ് 5,000 എത്ര വരും? 3,000. അയാളുടെ കയ്യിലുള്ളത് ചോദിച്ചാൽ 5,000. ഇനി സഹിലിന് എത്രയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ആൻസർ 3,000. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 railway stations A and B are 380 kilometers apart. Train 1 leaves station A at 7 a.m. moving with a speed of 80 kilometers per hour towards B. After half an hour, train 2 leaves station B towards A with a moving speed of 90 kilometers per hour. At what time the two train will cross each other? 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 2 റെയിൽവേ സ്റ്റേഷൻ 380 കിലോമീറ്റർ അപ്പാർട്ട് ആയിട്ടുള്ള 2 റെയിൽവേ സ്റ്റേഷൻ. എ ഇത് ബി. ഒരു ട്രെയിൻ 7 AM ആയപ്പോൾ, അതായത് ഇവിടെ നമുക്ക് എടുക്കാം 7 AM ആയപ്പം ഒരു ട്രെയിൻ 80 കിലോമീറ്റർ പെർ അവറിൽ എവിടുന്ന് പോകുന്നു? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. ആഫ്റ്റർ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എത്ര മണിക്കായിരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 7:30 ആയപ്പം മറ്റൊരു ട്രെയിൻ ബിയിൽ നിന്ന് എയിലേക്ക് അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോകുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. അറ്റ് വാട്ട് ടൈം ദ ടു ട്രെയിൻ വിൽ ക്രോസ് ഈച്ച്? രണ്ടും കണ്ടുമുട്ടാൻ എത്ര മണിക്കാണ് അവർ കണ്ടുമുട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇവിടെ 7 AM ആയപ്പോഴാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ 7:30 AM. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഒരു 30 അവറിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ആ 30 അവർ കൊണ്ട് 30 അവർ അല്ല 30 മിനിറ്റ്സ്, സോറി, അരമണിക്കൂറിന്റെ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ആ 30 മിനിറ്റ്സ് കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും? സ്പീഡ് എത്ര പറയുന്നത്? 80 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് മീൻസ് 1 അവറിൽ അത് 80 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അതാണല്ലോ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാഫ് അവറിലോ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ 7 to 7:30 നമ്മുടെ ഇവിടുന്ന് വരുന്ന ട്രെയിൻ 7:30 ആയപ്പം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ബാക്കി ഇനി എത്ര ഉണ്ട്? ടോട്ടൽ 380 ആണുള്ളത് അല്ലെ. 380 40 മൈനസ് ചെയ്താൽ ബാക്കി ഇനി 340 കിലോമീറ്റർ ഉണ്ട്. ക്ലിയർ ആണോ? അതായത് ഫസ്റ്റ് ട്രെയിൻ ദാണ്ട് 7:30 ആയപ്പോ ഇപ്പൊ ഇവിടെ നിൽക്കുവാണ്. സെക്കൻഡ് ട്രെയിൻ 7:30 ആയപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് 80 കിലോമീറ്റർ പെർ അവറിൽ അങ്ങോട്ട് പോകുന്നു. ഇത് 90 കിലോമീറ്റർ പെർ അവറിൽ ഇങ്ങോട്ടും വരുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഒരു സെയിം ടൈമിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മനസ്സിലായി? അപ്പൊ 7:30ക്ക് ഈ ഒരു ട്രെയിൻ ഇവിടെ നിൽക്കുന്നു, 7:30ക്ക് അടുത്ത രണ്ടാമത്തെ ട്രെയിൻ ഇവിടെ നിന്ന് നിൽക്കുന്നു. അവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുവാണ്. എപ്പോഴാണ് മീറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇനി ഞാൻ പറയുന്നു ഏകദേശം ഒരു നമുക്കിപ്പം ഈ ഒരു ലെറ്റേഴ്സിനെ നമുക്ക് ഇവിടെ എ എന്നും ബി എന്നും കൊടുക്കാം. ഏകദേശം ഇവിടെ ആയിട്ട് അവർ മീറ്റ് ചെയ്തു എന്ന് പറയാം. സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. 7:30ക്ക് ഇവിടുന്ന് ഇറങ്ങി എയിൽ നിന്ന് ഫസ്റ്റ് ട്രെയിൻ സി വരെ എത്താനുള്ള ടൈം ഞാൻ ടി ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് ടി അവേഴ്സ്ന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം, ടി അവേഴ്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. എങ്കിൽ ബിയിൽ നിന്ന് സി വരാനുള്ള സമയം എന്താണ്? സെയിം ആണ് അല്ലെ. സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ഞാൻ ഒരു 10 മണിയായപ്പം ഞാൻ കാറി വരുക. ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് 10 മണിയായപ്പോൾ നടന്നു വരിക. ഞങ്ങൾ 10:05 ആയപ്പോൾ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇവിടം വരെ വരാനും എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ഇവിടം വരെ വരാനും ഒരേ ടൈമല്ലേ എടുത്തത്, 10 തൊട്ട് 10:05 വരെ. ക്ലിയർ ആണോ? അപ്പം സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്ത് അവര് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം എന്താണ്? സെയിം ആണ് അല്ലെ. അതായത് ഇവിടുന്ന് ഇവിടം വരെ വരാനുള്ള സമയം ടി ആണ്, ഇവിടുന്ന് ഇവിടം വരെ വരാനുള്ള സമയവും ടി ആണ്. ക്ലിയർ ആണോ? ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഒരു ഡിസ്റ്റൻസ് 340 ആ. നമുക്ക് പറയാം എ സി പ്ലസ് ഡിസ്റ്റൻസ് എ സി പ്ലസ് ബി സി എന്ന് പറയുന്നത് എന്താണ്? 340 ആണ്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും 340 ആണ്. ഈ എ സി എന്നുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്തത് ഫസ്റ്റ് ട്രെയിൻ ആണ്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. ഫസ്റ്റ് ട്രെയിനിന്റെ സ്പീഡ് 80, ടൈം ടി. 80 ടി പ്ലസ് ഇനി ഈ ഡിസ്റ്റൻസോ ബി സി എന്നുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ സ്പീഡ് ഇൻ ടൈം. അതായത് ഈ വരുന്ന ട്രെയിനിന്റെ സ്പീഡ് 90 ഇൻറ്റു ടി ഈക്വൽ ടു 340. ക്ലിയർ ആണോ? സോ 170 ടി ഈക്വൽ ടു 340. T ഈക്വൽ ടു
340 by 170 2 hours. അതായത് 2 മണിക്കൂർ എടുക്കും അവർ മീറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ 7:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് അവർ മീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എത്ര മണിക്കായിരിക്കും? 9:30 AM. ക്ലിയർ ആണോ? മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. സെയിം ടൈമിന് 7:30 നമ്മൾ ആക്കി. അതായത് എന്തിനാ അതാക്കിയത്? ഇവിടുന്ന് 7 മണിക്ക് ഒരാൾ ഇറങ്ങിയത്, പക്ഷെ അവിടുന്ന് ഒരാൾ 7:30 ഇറങ്ങിയുള്ളൂ. അപ്പൊ ആ ഒരു അരമണിക്കൂറിൽ ഇയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ ബാക്കി ഇനി 340 കിലോമീറ്റർ കവർ ചെയ്യണം. 7:30 ഇവിടുന്ന് ഈ ഒരു ട്രെയിന് 80 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു. ഇവിടുന്ന് ഈ ഒരു ട്രെയിന് 90 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു അല്ലെ. അപ്പൊ അത് മീറ്റ് ചെയ്യാനായിട്ട് എന്തായിരിക്കും? ഇവർ മീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ കവർ ചെയ്ത ടൈം, അവരെടുത്ത ടൈം സെയിം ആയിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ? ഇതിനെ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അതും കൂടെ പറയാം. നോക്കിയേ, അതായത് മീറ്റിംഗ് ടൈം, അതായത് സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്ത് അവർ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. മീറ്റിംഗ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബൈ റിലേറ്റീവ് സ്പീഡ്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 340 അല്ലെ. സെയിം ടൈം 7:30 ആയപ്പോ ഇവിടെ തൊട്ട് ഇവിടം വരെ കുറച്ച് കവർ ചെയ്തു. 7 തൊട്ട് 7:30 വരെ അയാൾ 40 കിലോമീറ്റർ കവർ ചെയ്തു. സെയിം ടൈമിന് 7:30 ഇവിടുന്ന് ഇയാള് 90 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് ഈ ട്രെയിൻ 80 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു അല്ലെ. അപ്പം സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മീറ്റ് ചെയ്ത ആ എത്ര മണിക്കൂറാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് അറിയാമല്ലോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? അവര് തമ്മിൽ ഇപ്പൊ ഈ 2 ട്രെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 340 ബൈ റിലേറ്റീവ് സ്പീഡ്. ഇതേതാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. സോ 80 പ്ലസ് 90. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 340 ബൈ 170, ദാറ്റ് ഈസ് 2 hours. 2 മണിക്കൂർ. എവിടുന്ന? 7:30 കഴിഞ്ഞ് 2 മണിക്കൂർ. ഈ ആദ്യത്തെ ട്രെയിൻ ആണെങ്കിൽ ഫസ്റ്റ് ട്രെയിൻ എത്ര മണിക്കൂർ കഴിഞ്ഞാണെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എത്ര പറയാം? 2ഉം ഈ ഒരു അരയും കൂടെ വേണം. 2.5 മണിക്കൂർ എടുക്കും അത് മീറ്റ് ചെയ്യാൻ അല്ലെ. ഈ ഇവിടുന്ന് വരുന്ന ട്രെയിൻ 2 മണിക്കൂർ. ഇനി സമയം ചോദിക്കുമ്പോൾ എന്താണ്? 9:30 AM അവര് മീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇത് സെയിം ടൈം അല്ലാത്തപ്പോൾ നമ്മൾ സെയിം ടൈം ആക്കിയിട്ട് വേണം ഇതിൽ അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും. മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബൈ റിലേറ്റീവ് സ്പീഡ്. ഇനി ഇവിടെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the value of the following expression. 5.2 into 5.2 minus 2.5 into 2.5 by 7.7 into 2.7. ഇത് വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ചെയ്യാം. പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇച്ചിരി കൂടെ വേഗം ചെയ്യാനുള്ള മെത്തേഡ് കിട്ടും. എന്താ ഇത്? 5.2 into 5.2 നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 5.2 the whole square minus 2.5 into 2.5 എന്ത് വരും? 2.5 the whole square by 7.7 into 2.7. ഇതൊരു ഐഡന്റിറ്റി അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ അത്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5.2 പ്ലസ് 2.5 ഇൻറ്റു 5.2 മൈനസ് 2.5. ക്ലിയർ ആണല്ലോ? 7.7 ഇൻറ്റു 2.7. 5.2 പ്ലസ് 2.5 എന്ന് പറഞ്ഞാൽ 7.7. അപ്പൊ ഇതും കട്ടായി പോയി. 5.2 മൈനസ് 2.5 എന്ന് പറഞ്ഞാൽ 2.7 ആണ്. അപ്പൊ ഇതും കട്ടായി. ആൻസർ എന്ത് വരും? 1. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a bookshop, 40% of books are in English. Out of the remaining book, 60% are in Hindi. The remaining 3,600 books are in another regional language. Find the total number of books in the bookshop. ഒരു ബുക്ക് ഷോപ്പില് 40% ഓഫ് ബുക്സ് ഇംഗ്ലീഷിലാണ്. അതായത് നമുക്ക് പറയാം എക്സ് ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതില് 40% ഓഫ് എക്സും ഇംഗ്ലീഷിലാണ്. ഔട്ട് ഓഫ് ദ റിമൈനിങ്, കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം. ഔട്ട് ഓഫ് ദ റിമൈനിങ് ബുക്സ്, ബാക്കിയുള്ള ബുക്സില്, അതായത് 40% ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 60% ഓഫ് എക്സ് ബുക്സ് ഇപ്പോൾ ഉണ്ട്.
അല്ലെ? അതിന്റെ 60% ആണ് ഹിന്ദിയിൽ എഴുതിയേക്കുന്നത്. മനസ്സിലായോ? എക്സ് ബുക്സ് ഉണ്ട്, അതിൽ 40% ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. ഔട്ട് ഓഫ് ദ റിമൈനിങ്, ബാക്കി എന്ന് പറഞ്ഞാൽ 60% ഓഫ് എക്സ് ഉണ്ട്, അതിന്റെ 60% ഹിന്ദിയാണ്. അതായത് ഇതിന്റെ ഈ ഒരു 60% ഓഫ് എക്സ് ഒരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ 60% ഓഫ് എക്സിന്റെ 60% എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ്. ഇനി അതിന്റെ ബാക്കി എത്ര? 40%, അല്ലെ? 40% ഓഫ് 60% ഓഫ് എക്സ്. ആരും 60 എഴുതി കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ എടുക്കരുത്. ഇത് ഒരു ടോട്ടൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. ഇത് നമ്മുടെ ടോട്ടൽ 60% ഓഫ് എക്സ് ആണ്, അതിന്റെ 60%. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് വാല്യൂ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് റിമൈനിങ്. ആ റിമൈനിങ് എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 3600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് 3600. സോൾവ് ചെയ്താൽ പോരായോ? 40% ഓഫ് 60% ഓഫ് എക്സ് എന്ന് പറയുന്നത് 3600 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷോപ്പ് കിട്ടും. ക്ലിയർ ആണോ? സോൾവ് ചെയ്തേ. 40/100 into 60/100 into x equal to 3600. 24/100 x equal to 3600. So x will be equal to 3600 into 100 by 24. 4 3 2. 300 into 50 15,000, അല്ലെ? 15,000 ബുക്സ് ആണ് എന്താണ് ബുക്ക് ഷോപ്പിലുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the numerator of a fraction is increased by 20% and its denominator is decreased by 10%, the fraction becomes 16/21. Find the original fraction. Numerator 20% increase ചെയ്തു, ഡിനോമിനേറ്റർ 10% ഡിക്രീസ് ചെയ്തു എങ്കിൽ ഫ്രാക്ഷൻ എന്താവും? 16/21 ആകും. എങ്കിൽ ഒറിജിനൽ ഫ്രാക്ഷൻ. എങ്ങനെ ചെയ്യാം? ഒറിജിനൽ ഫ്രാക്ഷനെ x/y എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, അല്ലെ? x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. എങ്കിൽ അതിന് എന്ത് ചേഞ്ച് ആ വന്നേ? ന്യൂമറേറ്റർ 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായി? നമ്മുടെ ന്യൂമറേറ്റർ എക്സിന്റെ കൂടെ 20% ഓഫ് എക്സും കൂടെ കൂടി, അല്ലെ? ഡിനോമിനേറ്ററിന് എന്ത് പറ്റി? ഡിക്രീസ്ഡ് ബൈ 10%. അപ്പൊ ഡിനോമിനേറ്ററിന് എന്ത് പറ്റി? y മൈനസ് 10% ഓഫ് y, അതായത് വൈയുടെ 10% എത്രയാണോ അത്രയും കുറഞ്ഞു, അല്ലെ? അപ്പൊ ഇതാണ് പുതിയ ഫ്രാക്ഷൻ. അതെന്താന്നാ പറഞ്ഞത്? ഫ്രാക്ഷൻ 16/21 ആണ്. നീ ഇത് സോൾവ് ചെയ്താൽ പോരാ, നമുക്ക് x/y കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. x പ്ലസ് 20% 1/5 എന്ന് എഴുതാമല്ലോ. 1/5x ബൈ y മൈനസ് 10% 1/10 അല്ലേ? y/10 ഈക്വൽ ടു 16/21. സോൾവ് ചെയ്തേ. 5x പ്ലസ് x 6x/5 ബൈ 10y മൈനസ് y 9y/10 equal to 16/21. Then 6x/5 into 10/9y. ഇതറിയാമല്ലോ. a/b by c/d എന്ന് പറഞ്ഞാൽ എന്താ? a/b into d/c, അല്ലെ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോൾവ് ചെയ്യാം. 16/21 കട്ട് ചെയ്താൽ ഇവിടെ 2, ഇത് കട്ട് ചെയ്താൽ ഇവിടെ 3 2 3. ഓക്കെ, അതായത് 4x/3y equal to 16/21, അല്ലെ? That is x/y equal to 16/21. The reciprocal എടുത്ത് മൾട്ടിപ്ലൈ, അല്ലെ? 3/4 7 4. That is x/y equal to 4/7. ക്ലിയർ ആണോ? അപ്പൊ നമ്മളുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 4/7 ആണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്നു. അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡിക്രീസ് ചെയ്തു. ആ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്നു, x/y കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If in a coded language 154 means good and tasty, good and tasty 154, then 468 means see good picture 629, then picture are faint, അത് കോഡ് ചെയ്തേക്കുന്നത് 629,
അല്ല, ഇത് 468, ഇത് 468, ഇത് 629 അല്ലെ. ഒന്ന് നോക്കിയേ. ഗുഡ് ആൻഡ് ടേസ്റ്റി 154, സി ഗുഡ് പിക്ചർ ഏതാണ് 468, then 629 പിക്ചർ ആൻഡ് ഫെയിൽ. നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. നോക്കിയേ, ഇത് രണ്ടും കൂടെ നോക്കിയേ. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള വാക്ക് ഏതാണ്? ഗുഡ് അല്ലെ. ഇതിനകത്ത് കോമൺ ഉള്ള നമ്പർ നോക്കിയേ 4 അല്ലെ. അതിന്റെ അർത്ഥം ഗുഡ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അടുത്തത് ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കിയേ. എന്താണ് കോമൺ ആയിട്ടുള്ള? പിക്ചർ. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 6 അല്ലെ. അപ്പൊ പിക്ചർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നോക്കിയേ, നമ്മളോട് ചോദിക്കുന്നത് സിയുടെ ആണ് വേണ്ടത്. ഇത് നോക്കിയേ, സി ഗുഡ് പിക്ചേഴ്സിനകത്ത് ഗുഡിന്റെ നമുക്കറിയാം 4, പിക്ചറിന്റെ നമുക്കറിയാം 6, ഇനിയും ബാക്കിയുള്ള ഏത് മാത്രമേ ഉള്ളൂ? 4, 6 കഴിഞ്ഞാൽ 8. അപ്പൊ സിയുടെ ഏതായിരിക്കും? 8 ആയിരിക്കും. ഇതും ഒരു കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് വരുന്ന ടൈപ്പാണ്. ഇത് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? സിക്കകത്ത് വരുന്നത് 8. ഓക്കെ, ഇന്ന് ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ പേപ്പറിനുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിലേക്കല്ലേ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 60 ഡേയുടെ ഒരു ക്രാഷ് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.